ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യം എന്നാൽ എന്താണ്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യത കൂടുതലുള്ളത്, ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഹോം റെമഡീസുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജിത. നമ്മളെ മാനസികമായിട്ട് തളർത്തിക്കളയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യം എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഫലപ്രദമായ ഹോം റെമഡീസുകളുണ്ട്. എന്നാൽ 1-2 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യം എന്ന് പറയുന്നത്. കുറഞ്ഞത് 1 മാസമെങ്കിലും തുടർച്ചയായ ഉപയോഗം കൊണ്ട് മാത്രം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കരിമംഗല്യം എന്ന് പറയുന്നത്. ഇതും കാലപ്പഴക്കം ചെന്ന കരിമംഗല്യമാണ് എന്നുണ്ടെങ്കിൽ 1 മുതൽ 3 മാസം 1, 2, 3 മാസം വരെയൊക്കെ നമുക്ക് 2-3 മാസം വരെയൊക്കെയുള്ള കാലയളവിൽ നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ കരിമംഗല്യം മാറ്റിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ നമ്മുടെ ഈ ഹോം റെമഡീസുകൾ കൊണ്ട് കഴിയുന്നതാണ്. അതിന് നല്ല ക്ഷമയാണ് അത്യാവശ്യം. ഏത് ഹോം റെമഡീസുകൾ ചെയ്താലും എന്ത് അസുഖത്തിനായിട്ട്, അതായത് മുഖക്കുരുവിനായാലും ഈ കരിമംഗല്യത്തിനായാലും തലമുടിക്കായാലും എന്ത് ഹോം റെമഡീസുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ക്ഷമയോടുകൂടി തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. 1-2 ദിവസം കൊണ്ടോ അതല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ ഫലം കിട്ടുകയില്ല. തുടർച്ചയായിട്ട് 1 മാസം മുതൽ 3 മാസം വരെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഒരാൾക്ക് ചേരുന്ന ഹോം റെമഡീസുകൾ മറ്റൊരാൾക്ക് പറ്റണമെന്നില്ല. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഏതാണോ സ്യൂട്ടായിട്ട് തോന്നുന്നത് അത് നമ്മൾ തിരഞ്ഞെടുത്തതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നല്ല മാറ്റം കിട്ടും. ഇനി അടുത്തതായിട്ട് എന്താണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യം എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ശരീരത്തിൽ മെലാനിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് ചില ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടി വരുന്നതിനെയാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യം എന്ന് പറയുന്നത്. ഇത് സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കവിളുകളിലാണ്. കവിളുകളുടെ 2 ഭാഗങ്ങൾ, ഇതുപോലെ 2 ഭാഗങ്ങളിലും, അതുപോലെ തന്നെ നെറ്റി, മൂക്കിൻ്റെ ഈ സൈഡുകൾ, അതുപോലെ തന്നെ താടി, ഈ താടിയെല്ലിനോട് ചേർന്നുള്ള ഈ ഭാഗങ്ങളെ, അതുപോലെ കഴുത്ത് എന്നിവിടങ്ങളിലെല്ലാം ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യം കാണപ്പെടാറുണ്ട്. സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്നത് അവിടെയൊക്കെയാണ്. അപൂർവമായിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ മറ്റ് പല ഭാഗങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ കളറുമായിട്ട് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷന് യാതൊരു ബന്ധവുമില്ല. പല ആൾക്കാരുടെയും സംശയമാണ്, ഇതേപോലെയുള്ള കളറായതുകൊണ്ടാണ് എനിക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന കളറുകാർക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരികയില്ല എന്നുള്ളത്. അത് വെറുതെ ഉള്ള ഒരു ചിന്താഗതി മാത്രമാണ്. കാരണം എല്ലാ ആൾക്കാർക്കും ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാറുണ്ട്. അത് നമ്മുടെ ഈ സ്കിന്നിൻ്റെ കളറ് എന്ന് പറയുന്നത് ഒരു പരിധിവരെയും പാരമ്പര്യമായിട്ടുള്ളതാണ്. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ സ്കിന്നിൻ്റെ കളർ എന്ന് പറയുന്നത്. അത് അച്ഛനമ്മമാരിൽ നിന്നാവാം, മുത്തശ്ശിമാരിൽ നിന്നാവാം, പുറകോട്ട് 2-3 ജനറേഷൻ പുറകോട്ടുള്ളവരിൽ നിന്നുള്ള കളർ ചേഞ്ചസും നമുക്ക് കിട്ടാറുണ്ട്. പാരമ്പര്യമായിട്ട് നമുക്കതും കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുന്ന ഈ കളറുകൾക്ക് നമ്മൾ എന്ത് ഹോം റെമഡീസുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കളറായാലും അതിന് കുറച്ചൊരു തിളക്കം ഉണ്ടാക്കുക, അതിൽ കുറച്ചൊരു ഗ്ലോ വരുത്താനായിട്ട് നമുക്ക് ഹോം റെമഡീസുകൾ കൊണ്ട് സാധിക്കുന്നതാണ്. അല്ലാതെ കളറ് മാറ്റിയെടുക്കാൻ നമുക്ക് ഒരു ഹോം റെമഡീസുകൾ കൊണ്ട് കഴിയുകയില്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആരിലൊക്കെയാണ് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്നത്, ആർക്കൊക്കെയാണ് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യം വരാൻ സാധ്യത കൂടുതലുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. പൊതുവെ പണ്ട് കാലത്ത് കരിമംഗല്യം കണ്ടിരുന്നത് ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകളിലും അതുപോലെ തന്നെ വയലുകളിലൊക്കെ പണിയെടുത്തിരുന്ന, അതും അതികഠിനമായ വെയിലത്തൊക്കെ വയലുകളിൽ പണിയെടുത്തിരുന്ന പുരുഷന്മാരിലും ഒക്കെ ആയിരുന്നു ഈ കരിമംഗല്യം കണ്ടിരുന്നത്. അവരുടെയൊക്കെ മുഖത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ കറുത്ത പാടുകളായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. സ്ത്രീകളിലും ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകളിലും പൊതുവേ പണ്ട് മുതലേ കാണപ്പെടുന്ന ഒന്നാണ് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരിലും കാണപ്പെടുന്ന ഒന്നാണ് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ബ്രാൻഡഡ് അല്ലാത്തതും കെമിക്കലുകൾ ഒരുപാട് അടങ്ങിയിട്ടുള്ളതുമായ ബ്യൂട്ടി പ്രോഡക്റ്റുകളുടെ അമിതമായ ഉപയോഗമാണ്. അതും തുടർച്ചയായിട്ടുള്ള അമിത ഉപയോഗമാണ് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാനായിട്ട് കാരണമായിട്ടുള്ളത്. കാരണം ഇന്നൊരു ബ്യൂട്ടി പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നു, അതിലും നല്ലത് നാളെ ഒരു പരസ്യത്തിൽ കാണുന്നു, അത് നമ്മൾ വീണ്ടും ഇതങ്ങോട്ട് മാറ്റിയിട്ട് അടുത്തതായിട്ട് അത് ഉപയോഗിക്കുന്നു,
തൊട്ടടുത്ത ദിവസം വേറൊരെണ്ണം കാണുന്നു, നമ്മൾ അതും മാറി ഉപയോഗിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോഴാണ് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അവിടെയൊക്കെ സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ 18 വയസ്സ് കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നത് മുഖത്ത് തന്നെയാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം ഈ ബ്യൂട്ടി പ്രോഡക്റ്റുകളുടെ അമിതമായ ഉപയോഗമാണ്. പിന്നെ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സ്ത്രീകളിലാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ്. നമ്മൾക്കറിയാം സ്ത്രീകളുടെ ബോഡി എന്ന് പറയുന്നത് ഹോർമോൺ ചേഞ്ചസിൻ്റെ ഒരു നീണ്ട നിര തന്നെയാണ്. എപ്പോഴും ഹോർമോൺ ചേഞ്ചസുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ബോഡിയാണ് സ്ത്രീകളുടെ ബോഡി എന്ന് പറയുന്നത്. അതായത് മെൻസസ് ആകുന്ന ടൈമിലും അതുപോലെ പ്രഗ്നൻ്റ് ആകുന്ന ടൈമിലും ഡെലിവറി കഴിയുന്ന ടൈമിലും അതുപോലെ തന്നെ മെനപ്പോസിസ് ആകുന്ന ടൈമിലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഹോർമോൺ ചേഞ്ചസുകൾ സംഭവിക്കുന്നുണ്ട്. ഈ ഹോർമോൺ ചേഞ്ചസിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരം ഈസ്ട്രജനും പ്രൊജസ്ട്രോണിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. ശരീരത്തിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണിൻ്റെയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് സ്ത്രീകളിൽ. പൊതുവെ പുരുഷന്മാരിൽ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കരിമംഗല്യം വരാനായിട്ട് സാധ്യത വളരെ കൂടുതലുള്ളത്. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് പോലെയുള്ള ലോങ് ടൈം മെഡിസിൻ എടുക്കുന്നവരിലും അതുപോലെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൂടുതൽ അനുഭവിക്കുന്ന ആൾക്കാർക്കും ഉറക്കക്കുറവുള്ള ആൾക്കാർക്കും ഒക്കെ ഈ കരിമംഗല്യം വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഉറക്കക്കുറവിന് നമ്മൾ ഏകദേശം ഒരു 7-8 മണിക്കൂറൊക്കെ ഉറങ്ങാത്ത ആൾക്കാരിലൊക്കെ തുടർച്ചയായിട്ട് 7-8 മണിക്കൂറൊന്നും ഉറങ്ങുന്നില്ല, നമ്മളൊരു 2-3 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളൂ, അങ്ങനെയൊക്കെ തുടർച്ചയായിട്ട് അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് എന്തെല്ലാം ഹോം റെമഡീസുകളാണ് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. ഏറ്റവും ഫലപ്രദമായ ഹോം റെമഡീസുകളാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് ഹോം റെമഡീസുകൾ നമ്മൾ നോക്കുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ളതാണ്. അത് നമ്മുടെ വീടുകളിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ വളരെ നല്ല രീതിയിൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഹോം റെമഡീസുകളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ചെറുപയർ പൊടിയോ, ഒന്നുകിൽ ചെറുപയർ പൊടി എടുക്കുക, ഇല്ലെങ്കിൽ കടലമാവ് എടുക്കുക. നമുക്ക് എത്രയും വേണോ അതിനനുസരിച്ച് ചെറുപയർ പൊടിയോ കടലമാവോ എടുക്കുക. എടുത്തതിന് ശേഷം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി, രണ്ടും കൂടി എടുക്കണ്ട, ഏതെങ്കിലും ഒന്ന് എടുക്കുക. അതിലേക്ക് നല്ല പുളിച്ച തൈരാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. നല്ല പുളിച്ച തൈര് ഒഴിച്ച് നല്ല കുഴമ്പ് പരുവത്തിലാക്കിയതിന് ശേഷം നമുക്ക് മുഖത്താണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കാണപ്പെടുന്നത് എങ്കിൽ മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് കഴുകി കളയാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അലോവേര പൾപ്പ് എടുക്കുക. അതായത് അലോവേര ഇലയിൽ നിന്നെടുക്കുന്ന പൾപ്പ്. അലോവേര നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ജെല്ലല്ല, അലോവേര പൾപ്പ് തന്നെ. വളരെ വില കുറച്ച് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് ഈ അലോവേര എന്ന് പറയുന്നത്. ഒരു തൈ നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് കുറേ പെട്ടെന്ന് അതിന് തൈകൾ ഉണ്ടാകുകയും വരികയും ഇഷ്ടംപോലെ നമ്മുടെ വീട്ടിൽ അലോവേര കിട്ടുകയും ചെയ്യുന്ന എല്ലാ വീടുകളിലും ഒരു അലോവേര വെച്ച് പിടിപ്പിക്കാൻ ഒരു പാടും ഉള്ളതല്ല. അപ്പോൾ ഈ അലോവേരയിൽ നിന്ന് എടുക്കുന്ന ഈ പൾപ്പ് കുറച്ചെടുക്കുക. അതിലേക്ക് ഒരു നുള്ളിനും വേണ്ടിയിട്ട് ഇരട്ടിമധുരം ചേർക്കുക. ഇരട്ടിമധുരം ഒരു നുള്ളു മാത്രം എടുക്കുക. ഒരു നുള്ളു ഇരട്ടിമധുരവും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അലോവേര പൾപ്പും ഈ ഇരട്ടിമധുരവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ്. മുഖത്ത് പുരട്ടി ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം, അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഈ അരമണിക്കൂറിന് ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ, ഒരുപാട് ചൂടുവെള്ളത്തിലല്ല, തണുത്ത വെള്ളവും ആവരുത്, ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് മുഖം നന്നായിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്താൽ വളരെയധികം ഗുണമുള്ളതാണ്. ഇത് സ്യൂട്ടാവുന്ന ബോഡിക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ഫലപ്രദമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു റെമഡിയാണ് ഈ അലോവേര പൾപ്പ് കൊണ്ടും ഈ ചെറുപയർ പൊടിയൊക്കെ ആയിട്ട്. ഇത് രണ്ടും ഒരേ സമയത്ത് ഒരേ ദിവസം തന്നെ ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ദിവസവും നമ്മളിത് ഉപയോഗിക്കുകയും വേണം. അടുത്ത ഹോം റെമഡി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതേൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. ചെറുതേൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പാലോ ചെറുതേനോ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് കുഴമ്പ് പരുവത്തിലാക്കിയതിന് ശേഷം മുഖത്ത് തേക്കാവുന്നതാണ്.
മുഖത്ത് തേച്ച് ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്, എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. എല്ലാ ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്ക് ഏകദേശം 1 മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മാറ്റം നമുക്ക് കാണാവുന്നതാണ്. സ്ഥിരമായിട്ട് 2-3 മാസം നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കരിമംഗല്യം ഇല്ലാതായി മാറും. 1 ടീസ്പൂൺ പഞ്ചസാര, അരമുറി നാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂൺ തൈര് എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇത് നല്ലൊരു ഹോം റെമഡിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസം മാത്രമേ ഇത് നമുക്ക് തേക്കാവൂ. അതിൽ കൂടുതൽ ദിവസങ്ങളിൽ നമ്മൾ മുഖത്ത് ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നാരങ്ങ നീര് ചേരുന്നതുകൊണ്ട് തന്നെ നാരങ്ങ നീര് എല്ലാ ദിവസവും നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് 3 ദിവസം, ആഴ്ചയിൽ ഒരു 3 ദിവസം തന്നെ ഉപയോഗിക്കുക. 3 ദിവസം തന്നെ മതി. നെല്ലിക്കാപ്പൊടി 1/2 ടീസ്പൂണ്, കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി 1/2 ടീസ്പൂണ്, രക്തചന്ദനത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ചിഷ്ട എല്ലാ അങ്ങാടിക്കടകളിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. 2 ടീസ്പൂൺ തേന്, 1/2 ടീസ്പൂൺ നാരങ്ങ നീര്, ഇവയെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ്. ഇത് മുഖത്ത് പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ്. അടുത്തതായിട്ട് ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇപ്പം ഇതുവരെയും നമുക്ക് ഈ കരിമംഗല്യം വന്നിട്ടില്ല. നമുക്ക് വന്നിട്ടില്ല. ഇനിയിപ്പോൾ വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മാർഗ്ഗമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നതിലൂടെ ഇത് വരാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം നന്നായിട്ട് കഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുന്നതിൽ നിന്നും ഒഴിവായിക്കൊണ്ട് നമുക്ക് പയറുപൊടിയോ അതുപോലെ കടലമാവോ ഒക്കെ ഉപയോഗിച്ച് മുഖം കഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെയാണെങ്കിലും നമുക്ക് വളരെയധികം ഗുണമുള്ളതാണ്. അതൊക്കെ ഈ കരിമംഗല്യം വരാനുള്ള സാധ്യത കുറയ്ക്കും. അതുപോലെ തന്നെ പല ബ്യൂട്ടി പ്രോഡക്റ്റുകൾ മാറി ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിച്ച് നമ്മളൊരു പരീക്ഷണ വസ്തുവായിട്ട് നമ്മുടെ മുഖവും ശരീരവും ഒക്കെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കരിമംഗല്യം അതുപോലെ മുഖക്കുരുവ് അങ്ങനെയൊക്കെയുള്ള നമുക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.